السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه سيدنا ومولانا محمد. പ്രിയമുള്ളവരെ, ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഹദീസിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണാം. ഒരാൾക്ക് തൻ്റെ ആയുസ്സിൽ, ഒരാൾക്ക് അല്ലാഹു നൽകിയ ആയുസ്സിൽ വർധനവും അവൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധിയും ഉണ്ടാവണം, അതുപോലെ തന്നെ ചീത്തയായ മരണത്തിൽ നിന്ന് രക്ഷയും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനവൻ്റെ ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി കാണാം. അപ്പോൾ ഒരാൾ അവൻ്റെ ആയുസ്സിൽ വർധനവുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, കൊതിക്കുന്നുവെങ്കിൽ അവൻ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും അഭിവൃദ്ധി ഉണ്ടാവണം, വിശാലത ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ചീത്തയായ മരണത്തിൽ നിന്ന് രക്ഷയുണ്ടാവണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ചെയ്യേണ്ട വഴി മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫല്യത്തഖില്ലാഹ്, അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കണം, അള്ളാഹുവിനനുസരിച്ചു കൊണ്ട് ജീവിക്കണം. അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിക്കുകയും ഏതെല്ലാം കാര്യങ്ങളാണോ വിരോധിക്കാൻ പറഞ്ഞത് അതിൽ നിന്നെല്ലാം മാറി നിൽക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തേണ്ടതുണ്ട്. വല്ലസ്വൽ റഹിമ, കുടുംബബന്ധം ചേർക്കുകയും ചെയ്യട്ടെ എന്ന് ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതായി കാണാൻ കഴിയുന്നു. അപ്പോൾ ആയുസ്സിൽ വർധനവുണ്ടാകാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിശാലതയുണ്ടാകാനും ചീത്ത മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള പ്രധാനപ്പെട്ട വഴിയാണ് തഖ്വ ചെയ്യുക എന്നുള്ളത്, കുടുംബബന്ധം ചേർക്കുക എന്നുള്ളത്. അള്ളാഹു നമുക്ക് ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.